ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്റിസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ലാറ്റിസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു പാർഷ്യൽ ഓർഡേർഡ് സെറ്റാണ് വിത്ത് എ പ്രോപ്പർട്ടി എവരി ടു എലമെൻറ്റ് ഹാവ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ആൻഡ് ലീസ്റ്റ് അപ്പർ ബോണ്ട്. അതായത് ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അത് തമ്മിലൊരു ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും അതുപോലെ ലീസ്റ്റ് അപ്പർ ബോണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൊസറ്റിനെ നമ്മൾ ലാറ്റിസ് എന്ന് പറയും. അപ്പോൾ ലാറ്റിസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് നൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന് എ ഡിസ്റ്റങ്ഷൻ ബി എന്ന് പറഞ്ഞാൽ, അതായത് ഇത് കൺജങ്ഷൻ, എ കൺജങ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ ബി എന്നാണ്. അപ്പോൾ എ കൺജങ്ഷൻ ബി എന്ന് പറഞ്ഞ നൊട്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്, സെറ്റ് എ ബിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്. എ ഡിസ്റ്റങ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും ലീസ്റ്റ് അപ്പർ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെ, അതായത് എ ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെ നമ്മൾ കൺജങ്ഷൻ എന്നും ലീസ്റ്റ് അപ്പർ ബോണ്ടിനെ നമ്മൾ ഡിസ്റ്റങ്ഷൻ, അതായത് ഈ രണ്ട് നൊട്ടേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് കൺജങ്ഷൻ, എന്താണ് ഡിസ്റ്റങ്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കും. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി ഐഡൻ പൊട്ടന്റ് ആണ്. ഐഡൻ പൊട്ടന്റ് അല്ലെങ്കിൽ ഐഡൻ പൊട്ടൻസി എന്ന് നമ്മൾ പറയും. ഐഡൻ പൊട്ടൻസി പറയുന്നത് എ ഡിസ്ജങ്ഷൻ എ, അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ എ എന്ന് പറയുന്നത്, എ ഡിസ്റ്റങ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ, എ ഡിസ്റ്റങ്ഷൻ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബോണ്ട് അല്ലേ. ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് എ കോമ എ എന്ന് പറയുന്നത് അത് എന്ത് തന്നെയാണ്, എ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ എ കൺജങ്ഷൻ എ എന്ന് പറയുന്നതും എ തന്നെയായിരിക്കും. എ കൺജങ്ഷൻ എ എന്ന് പറയുന്നതും എ തന്നെയായിരിക്കും. എ ഡിസ്റ്റങ്ഷൻ എ എന്ന് പറയുന്നതും എ തന്നെയായിരിക്കും. അതെങ്ങനെ പ്രൂവ് ചെയ്യുക? പ്രൂവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എ ഡിസ്റ്റങ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും എയും തമ്മിലുള്ള ലീസ്റ്റ് അപ്പർ ബോണ്ട്, എയും തമ്മിലുള്ള ലീസ്റ്റ് അപ്പർ ബോണ്ട് എ തന്നെയാണ്. ഓക്കെ, അതുപോലെ എ കൺജങ്ഷൻ എ എന്ന് പറഞ്ഞാലോ എയും തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് അതും എന്ത് തന്നെയാണ്, എ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് നമ്മൾ എഴുതിയാൽ മതി. അതുപോലെ കമ്മ്യൂട്ടേറ്റിവിറ്റി, എ കൺജങ്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി കൺജങ്ഷൻ എ, അതായത് എ കോമ ബിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എടുത്താലും എ കോമ ബിയുടെ ലീസ്റ്റ് അപ്പർ ബോണ്ട് എടുത്താലും തിരിച്ചെടുത്താലും ഒക്കെ എന്തിനാണ്, സെയിം ആണ്. അപ്പോൾ എ കൺജങ്ഷൻ ബി ഈക്വൽ ടു ബി കൺജങ്ഷൻ എ ആണ്. എ ഡിസ്റ്റങ്ഷൻ ബി ഈക്വൽ ടു ബി ഡിസ്റ്റങ്ഷൻ എ ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? എ കൺജങ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി. ഇപ്പോൾ എ കോമ ബി എന്നുള്ളതിനെ ബി കോമ എ എന്ന് എഴുതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് ബി കോമ എ ആയിരിക്കും. അതുകൊണ്ട് ദാറ്റ് ഈസ് ബി കൺജങ്ഷൻ എ ആയിരിക്കും. അതുപോലെ എ ഡിസ്റ്റങ്ഷൻ ബി എന്ന് പറഞ്ഞാലോ അത് ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് എ ബി ആയിരിക്കും. ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് എ ബിനെ നമുക്ക് വേണമെങ്കിൽ ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് ബി എന്ന് എഴുതാം. സോ അത് ബി കൺജങ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എ കൺജങ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കൺജങ്ഷൻ എ ആണ്. എ ഡിസ്റ്റങ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡിസ്റ്റങ്ഷൻ എ ആണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി ഒബേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അസോസിയേറ്റിവിറ്റിയാണ്. അതായത് എ കൺജങ്ഷൻ ബി കൺജങ്ഷൻ സി ഈക്വൽ ടു എ കൺജങ്ഷൻ ബി കൺജങ്ഷൻ സി ആണ്. എ ഡിസ്റ്റങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ സി ഈക്വൽ ടു എ ഡിസ്റ്റങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ സി ആണ്. അപ്പം ഇതെങ്ങനെ പ്രൂവ് ചെയ്യും നോക്കാം. നമ്മളിവിടെ ചെയ്യുക, ബി കൺജങ്ഷൻ സിക്ക് നാം ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ കൺജങ്ഷൻ ബി കൺജങ്ഷൻ സി എന്നുള്ളത് എ കൺജങ്ഷൻ ഡി ആയിട്ട് മാറുമല്ലോ. അപ്പോൾ നമുക്ക് ബി കൺജങ്ഷൻ സി എന്നുള്ളതിന് നമ്മൾ സം ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി ഈക്വൽ ടു എന്താവും, ബി കൺജങ്ഷൻ സി ആവും. അപ്പോൾ ബി കൺജങ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് ബി കോമ സി ആണ്. അപ്പോൾ ഡി ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് ബി കോമ സി. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ലോവർ ബോണ്ട് ആയിരിക്കും. ഏതിൻ്റെ, ബിയുടെയും സിയുടെയും. അപ്പോൾ ബി കോമ സിയുടെ ലോവർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും, സിയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. സോ ഇറ്റ് ഈസ് എ ലോവർ ബോണ്ട്. സോ ഡി ഈസ് റിലേറ്റഡ് ടു ബിയുമായിരിക്കും, ഡി ഈസ് റിലേറ്റഡ് ടു സിയുമായിരിക്കും. ഇനി നമ്മൾ എ കോമ ഡിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെ ഇ എന്ന് വിളിക്കുക. എ കോമ ഡിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെ ഇ എന്ന് വിളിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഈസ് റിലേറ്റഡ് ടു എ എന്നും കിട്ടും, ഈസ് റിലേറ്റഡ് ടു ഡി എന്നും കിട്ടും.
ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? ഈസ് എ ലോവർ ബോണ്ട് ഓഫ് എ ഡി. എയുടെയും ഡിയുടെയും ലോവർ ബോണ്ടാണ് ഇ. എന്നാൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി എന്ന് പറഞ്ഞാൽ ബിയുടെയും സിയുടെയും ലോവർ ബോണ്ടാണ്. അതുകൊണ്ട് ഇ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എ ബി സിയുടെ ലോവർ ബോണ്ടായിട്ട് മാറും. അപ്പോൾ എ ബി സിയുടെ ഒരു ലോവർ ബോണ്ടാണ് ആര്? ഇ. ഇനി എഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോവർ ബോണ്ടാന്ന് വിചാരിക്കുക. ഏത്? എ ബി സിയുടെ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, ബിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, സിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്നാൽ എഫ് അപ്പോൾ എയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും, ഡിയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. കാരണം എഫ് ബിയോടും സിയോടും റിലേറ്റഡ് ആണ്. എന്നാൽ ഡി ഈസ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് ബി കോമ സി, അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്നത് ബി കോമ സിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. അപ്പോൾ എഫ് ഈസ് റിലേറ്റഡ് ടു ഡിയുമായിരിക്കും. കാരണം മറ്റു ലോവർ ബോണ്ടുകളെല്ലാം ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനോട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും ലോവർ ബോണ്ട് ആണെങ്കിൽ എഫ് അതിന്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനോട് റിലേറ്റഡ് ആയിരിക്കും. ഇവിടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡി ആണ്. സോ എഫ് ഈസ് റിലേറ്റഡ് ടു ഡി ആയിരിക്കും. അപ്പോൾ എഫ് ഈസ് റിലേറ്റഡ് ടു എ ആയി, എഫ് ഈസ് റിലേറ്റഡ് ടു ഡി ആയി. ഓക്കെ, അപ്പോൾ എഫ് ഈസ് റിലേറ്റഡ് ടു എന്തുമായിരിക്കും? ഇയുമായിരിക്കും. കാരണം എന്താ? ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്. അതുകൊണ്ട് ഈ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി കോമ സി ആയിട്ട് മാറും. ഇ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി കോമ സി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈസ് ഈക്വൽ ടു എ കൺജങ്ഷൻ ഡി ആണ്. അത് എ കൺജങ്ഷൻ ബി കൺജങ്ഷൻ സി. ഇതേപോലെ നമുക്ക് തിരിച്ചും പ്രൂവ് ചെയ്യാം. എ കൺജങ്ഷൻ ബി കൺജങ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ ബി സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ പ്രൂഫ് ഒന്ന് പഠിച്ചു വെക്കണം. ഈ ഒരു സ്റ്റെപ്പാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് എഫ് എന്ന് പറയുന്നത് മറ്റൊരു ലോവർ ബോണ്ട് ആണെങ്കിൽ എഫ് ഈസ് റിലേറ്റഡ് ടു ഇ എന്ന് നമുക്ക് കിട്ടും. കാരണം ഇ എന്ന് പറയുന്നത് എന്താ? ഇ എന്ന് പറയുന്നത് എ കൺജങ്ഷൻ ഡി ആണ്. അതായത് എയുടെയും ഡിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ് ഇ. അപ്പോൾ എഫ് എയും ഡിയുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ എഫ് ഇയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കണം. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഒരു ലോവർ ബോണ്ടാണ്. മാത്രമല്ല ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും മറ്റു ലോവർ ബോണ്ടുകളെല്ലാം തന്നെ. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും മറ്റു ലോവർ ബോണ്ടുകളെല്ലാം. അതുകൊണ്ട് ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൂഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ത്രൂ വാട്സപ്പ് എങ്ങാനും എന്നോടത് ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ പരിമിതിയുണ്ട്. ഓക്കെ, അടുത്തത് കൺസിസ്റ്റൻസി ലോ ആണ്. കൺസിസ്റ്റൻസി ലോ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി ആണെങ്കിൽ, ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റഡ് എന്നുള്ള മീനിങ് ആണ്. എ ഈസ് റിലേറ്റഡ് ടു ബി എന്നുള്ളതിനെയാണ് നമ്മൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് ലാറ്റിസിൽ യൂസ് ചെയ്യുക. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ്. അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ കൺജങ്ഷൻ ബി എന്ന് പറയുന്നത് എ ആയിരിക്കും. അതുപോലെ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ ഡിസ്ജങ്ഷൻ ബി എന്ന് പറയുന്നത് ബിയുമായിരിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. സപ്പോസ് എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു ബി ആണ് എന്ന് വിചാരിക്കുക. എ ഈസ് റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു എയുമാണ്. കാരണം ഈ പാർഷ്യൽ ഓർഡർ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. അപ്പോൾ എനി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് വൺ. സോ എ ഈസ് റിലേറ്റഡ് ടു എയുമാണ്, എ ഈസ് റിലേറ്റഡ് ടു ബിയുമാണ്. സോ എ ഈസ് എ ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി ആണ്. മനസ്സിലായോ? അതായത് എയോടും ബിയോടും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് എ ബിയുടെ ഒരു ലോവർ ബോണ്ട് ആയിരിക്കും എ. എ ബിയുടെ ലോവർ ബോണ്ട് ആണ് എ എന്നുണ്ടെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ദി ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ ബി, അല്ലേ? ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി ആണ് നമ്മൾ എ കൺജങ്ഷൻ ബി എന്ന് പറയാം. അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു എ കൺജങ്ഷൻ ബി ആയിരിക്കും. എ കൺജങ്ഷൻ ബി. ഇനി നമുക്കറിയാം എ കൺജങ്ഷൻ ബി ഈസ് റിലേറ്റഡ് ടു എ ആണ്. എ കൺജങ്ഷൻ ബി റിലേറ്റഡ് ടു എ ആണ്. അപ്പോൾ ബൈ ആന്റി സിമെട്രിക് റിലേഷൻ നമുക്ക് എന്ത് പറയാം? എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എ എന്ന് പറയാം. ഏത് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് രണ്ടിനോട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എ കൺജങ്ഷൻ ബി എന്ന് പറയുന്നത് എയോട് റിലേറ്റഡ് ആണ്. തൊട്ടുമുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? എ റിലേറ്റഡ് ടു എ കൺജങ്ഷൻ ബി എന്ന് പറഞ്ഞു. അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു എ കൺജങ്ഷൻ ബി ആണ്. ആൻഡ് എ കൺജങ്ഷൻ ബി ഈസ് റിലേറ്റഡ് ടു എയുമാണ്. അതുകൊണ്ട് എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എ എന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെ എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എ ആണ് എന്ന് വിചാരിക്കുക. തിരിച്ചു പ്രൂവ് ചെയ്യാണ്.
ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ കൺജങ്ഷൻ ബി എന്ന് പറയുന്നത് എ ആണെന്ന് പ്രൂവ് ചെയ്തു. തിരിച്ച് എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എ ആണെന്ന് വിചാരിക്കുക. എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എ ആണെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എ കൺജങ്ഷൻ ബി എ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എ ആണ് എന്നാണ് അർത്ഥം. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ കോമ ബി എ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ്. കാരണം ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ബിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്നാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് അപ്പോൾ ഇവിടെ എ ആണ്, അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് കിട്ടും. അപ്പോൾ തിരിച്ചും പ്രൂഫായി. അപ്പോൾ എ കൺജങ്ഷൻ ബി എ ആണെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി ആയിരിക്കും. ഇനി എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എയുമായിരിക്കും. നെക്സ്റ്റ് ഒരു ലോ. ഇപ്പോൾ ലീസ്റ്റ് എലമെന്റിനെ നമ്മൾ 0 എന്നും ഗ്രേറ്റസ്റ്റ് എലമെന്റിനെ നമ്മൾ യു എന്നും വിളിച്ചു എന്ന് വിചാരിക്കുക. ഒരു ലാറ്റീസ് എടുക്കുക. ലാറ്റീസ് ഈസ് എ പൊസറ്റ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എവരി ലാറ്റീസ് ഈസ് എ പൊസറ്റ്. എല്ലാ ലാറ്റീസുകളും പൊസറ്റുകളാണ്. അപ്പോൾ അങ്ങനെ പൊസറ്റ് എടുത്താൽ അതിന് ഗ്രേറ്റസ്റ്റ് എലമെന്റും ലീസ്റ്റ് എലമെന്റും ഉണ്ടാവാം. അതിൻ്റെ ലീസ്റ്റ് എലമെന്റിനെ നമ്മൾ 0 എന്നും ഗ്രേറ്റസ്റ്റ് എലമെന്റിനെ നമ്മൾ യു എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ 0 കൺജങ്ഷൻ എ എപ്പോഴും എ ആയിരിക്കും. അതുപോലെ 0 ഡിസ്റ്റങ്ഷൻ എയും എ ആയിരിക്കും. അതുപോലെ യു കൺജങ്ഷൻ എയും എയും ആയിരിക്കും. യു ഡിസ്റ്റങ്ഷൻ എ യുവുമായിരിക്കും. 0 കൺജങ്ഷൻ എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോറി, ഇവിടെ തെറ്റാണ്. 0 കൺജങ്ഷൻ എ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. ഇവിടെ 0 എന്നാണ്, തിരുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. 0 ഈസ് ദ ലീസ്റ്റ് എലമെന്റ് ഓഫ് എൽ ആണ്. 0 ഈസ് ദ ലീസ്റ്റ് എലമെന്റ് ഓഫ് എൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0 ഈസ് റിലേറ്റഡ് ടു എവരി അതർ എലമെന്റ്. 0 എല്ലാ എലമെന്റിനോടും റിലേറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ എലമെന്റിനാണ് നമ്മൾ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുക. അപ്പോൾ 0 ലീസ്റ്റ് എലമെന്റ് ആണെങ്കിൽ 0 ഈസ് റിലേറ്റഡ് ടു ഓൾ അതർ എലമെന്റ്സ്. ഓക്കെ, സോ ബൈ പ്രോപ്പർട്ടി 4 നമുക്ക് എന്ത് പറയാം? 0 ഡിസ്റ്റങ്ഷൻ എ എന്ന് പറയുന്നത് എ ആയിരിക്കും. അതുപോലെ 0 കൺജങ്ഷൻ എ എന്ന് പറയുന്നത് 0യുമായിരിക്കും അല്ലേ? ഇഫ് 0 ഈസ് റിലേറ്റഡ് ടു എ, എ ഈസ് റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ ഡിസ്റ്റങ്ഷൻ ബി എന്ന് പറയുന്നത് എ ആയിരിക്കും. എ കൺജങ്ഷൻ ബി എന്ന് പറയുന്നത് ബി ആയിരിക്കും. അതേ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുക. 0 റിലേറ്റഡ് ടു എ ആണെങ്കിൽ 0 ഡിസ്റ്റങ്ഷൻ പ്രോപ്പർട്ടി 4 യൂസ് ചെയ്തിട്ട് 0 ഡിസ്റ്റങ്ഷൻ എ ഈക്വൽ ടു എ എന്ന് പറയാം. 0 കൺജങ്ഷൻ എ ഈക്വൽ ടു 0 എന്ന് പറയാം. ഇവിടെ എക്ക് സ്ഥാനത്ത് 0യും ബിക്ക് സ്ഥാനത്ത് എയുമാണ്. ഇനി എല്ലിൻ്റെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആണ് യു എന്ന് വിചാരിക്കുക. എല്ലിൻ്റെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആണ് യു ആണെങ്കിൽ ബാക്കി എല്ലാ എലമെന്റും യുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. സോ ഇതേപോലെ പ്രോപ്പർട്ടി 4 യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? യു ഡിസ്റ്റങ്ഷൻ എ എന്ന് പറയുന്നത് യു ആയിരിക്കും. യു കൺജങ്ഷൻ എ എന്ന് പറയുന്നത് എയുമായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ പറയുന്നത് എ കൺജങ്ഷൻ എ ഡിസ്റ്റങ്ഷൻ ബി എ ആണ്. എ ഡിസ്റ്റങ്ഷൻ എ കൺജങ്ഷൻ ബിയും എ ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എ ഡിസ്റ്റങ്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എ ഡിസ്റ്റങ്ഷൻ ബിക്ക് നമ്മൾ എന്തെങ്കിലും സിന്നോ ഡിന്നോ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എ കൺജങ്ഷൻ ബി എന്ന് പറയുന്നത് ഡി ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ ബിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ആണ് ഡി എന്നാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് രണ്ടിനോട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഡി ഈസ് റിലേറ്റഡ് ടു എ ആയിരിക്കും. ബൈ പ്രോപ്പർട്ടി 4 നമുക്ക് എന്ത് പറയാം? ഡി കൺജങ്ഷൻ എ ഈക്വൽ ടു എ കൺജങ്ഷൻ ഡി ഈക്വൽ ടു എ ആയിരിക്കും. ഡി കൺജങ്ഷൻ എ ഈക്വൽ ടു എ കൺജങ്ഷൻ ഡി ഈക്വൽ ടു എ ആയിരിക്കും. അതുകൊണ്ട് എ ഡിസ്റ്റങ്ഷൻ എ ഡിക്ക് സ്ഥാനത്ത് എന്ത് പറയാം? ഡിക്ക് സ്ഥാനത്ത്, അതായത് ഡി റിലേറ്റഡ് ടു എ ആണെങ്കിൽ ഡി ഡിസ്റ്റങ്ഷൻ എ എന്ന് പറയുന്നത് എ ആയിരിക്കും. അതുപോലെ ഡി കൺജങ്ഷൻ എ എന്ന് പറയുന്നത് ഡിയുമായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡി ഡിസ്റ്റങ്ഷൻ എ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ അർത്ഥം എ ഡിസ്റ്റങ്ഷൻ എ കൺജങ്ഷൻ ബി. കാരണം ഡിക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കാം? എ കൺജങ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ കൺജങ്ഷൻ ബി, എ ഡിസ്റ്റങ്ഷൻ എ കൺജങ്ഷൻ ബി ഈക്വൽ ടു എ എന്ന് കൊടുക്കാം. ഇത് ബൈ പ്രോപ്പർട്ടി 4. ഓക്കെ, ഇതേപോലെ നമുക്ക് തിരിച്ചും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ തിരിച്ച് പ്രൂവ് ചെയ്യണതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 6 പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാറ്റീസസിൻ്റെ. ആ 6 പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.